ഹലോ, ഇന്നത്തെ വീഡിയോ കുറച്ച് പ്രത്യേകതയുള്ള വീഡിയോ ആണ്. കാരണം ഞാൻ ഇതുവരെ ഒരു കല്യാണ വ്ളോഗൊന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല ഇത് ഇവിടെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളുടെ കല്യാണമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതായത് കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതാരാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ കല്യാണമാണ്. മാത്രമല്ല എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഫാമിലിയിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ കല്യാണം കൂടെയാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കല്യാണം എന്നൊക്കെ നമുക്കൊന്ന് കാണാം. ഏകദേശം ഒരു 9 മണി വരെയൊക്കെ നമ്മൾ ക്ഷണിച്ച ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഗാനമേള തുടങ്ങി. ഗാനമേള എന്ന് വെച്ചാൽ പുറത്തുനിന്നും വന്ന് ആളുകൾ പാടുന്നതല്ല, പുറത്തുനിന്നൊരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ഇവിടുത്തെ ഈ ഫാമിലിയിലുള്ള ആളുകളൊക്കെ തന്നെയാണ് പാട്ട് പാടുന്നത്. ഇവിടെ ഇത്രയധികം ഗായകരുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഈ കല്യാണത്തിലൂടെയാണ് മനസ്സിലാക്കിയത്. ഒരാൾ മൈക്ക് വെക്കാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും, അടുത്ത ആൾ കയറി പാടാൻ. അതായിരുന്നു അവിടുത്തെ ഒരു അവസ്ഥ. ആദ്യമൊക്കെ ഗാനമേള സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ കരുതിയത് ഒരു 2-3-4 പാട്ടൊക്കെ പാടിക്കഴിഞ്ഞാൽ ഇത് നിർത്തുന്നുണ്ടാവുമെന്നാണ്. പക്ഷേ ഇത് ഒരാളുടെ പാട്ട് കഴിയാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും, അടുത്ത ആൾ പാട്ട് പാടാം. ഒരാൾ ഒരു പാട്ടൊന്നുമല്ല, ഒരാൾ 2-3-4 പാട്ടൊക്കെ പാടുന്നുണ്ട്. അങ്ങനെ പിന്നെ ഡാൻസ് ഉണ്ടായിരുന്നു. ഇതിലിപ്പോൾ ഞാൻ പാട്ട് പാടുന്നത് ഇതിലിപ്പോൾ ആഡ് ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടുന്ന കാരണമാണ് ഞാൻ പാട്ട് ആഡ് ചെയ്യാത്തത്. ഇവിടെ കുട്ടികളൊക്കെ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. അവരുടേതായ രീതിയിലുള്ള എൻജോയ്മെൻറ്റിലാണ് നമ്മൾ ഇവിടെ പാട്ട് പാടുന്നതിനിടയിൽ അവരവിടെ നിന്നിട്ട് എന്തൊക്കെയോ കളികൾ കളിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ എല്ലാവരും കൂടെ സ്റ്റേജിൽ കയറിയിട്ടുള്ള കളിയാണ് കാണുന്നത്. ഇവിടെ ഒരു പച്ച ചുരിദാറിട്ട് കളിക്കുന്ന ചേച്ചി ഇവിടുത്തെ ചേച്ചിയുടെ പേര് പ്രീതി ചേച്ചിയാണ്. ചേച്ചിക്ക് പുറകിൽ നിന്ന് കളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടിലേക്ക് വരാൻ ഒരു ചടപ്പ്. അതാണിപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അങ്ങനെ നന്നായിട്ട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഡാൻസിനൊക്കെ നന്നായിട്ട് ചേച്ചി പാട്ടാണ് പാടുന്നത്. നന്നായിട്ട് പാട്ട് പാടാൻ കഴിവുള്ള ഒരാളാണ്. പാട്ട് പഠിച്ചിട്ടോ സ്കൂൾ പഠിക്കുന്ന സമയത്ത് പാട്ട് പാടി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ആൾ നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട്. പിന്നെ വേറെയും കുറേ ആളുകൾ, എനിക്കറിയാത്ത കുറേ ആളുകൾ ഇതിൽ കളിക്കുന്നുണ്ട്. അതൊക്കെ ഇവിടുത്തെ ഫ്രണ്ട്സ്, ഈ ഏട്ടൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കും. പിന്നെ വേറൊരു ചേച്ചി ഇവിടെ കളിക്കുന്നുണ്ട്. അതേ ചേച്ചിയുടെ പേര് സിന്ധു ചേച്ചി എന്നാണ് തോന്നുന്നു. ആ ചേച്ചിയും നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്, പാട്ടും പാടിയിട്ടുണ്ട്. അതിനേക്കാളൊക്കെ കൂടുതൽ എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ വരും, ഒരു പച്ച ഡ്രസ്സ് ഇട്ടിട്ട് ഒരു പച്ച ഷർട്ട് ഇട്ടിട്ട് കളിക്കുന്ന ഒരു ഏട്ടനുണ്ട്. ആ ഏട്ടൻ്റെ കളി പൊളിയാണ്. അത് പിന്നെ ഞാനിങ്ങനെ ചോദിച്ചപ്പോഴാണ് അതാരാണെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ അവരെ ആദ്യമായിട്ട് കാണുകയാണ്. ഞാൻ ആരാണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ചങ്കിൻ്റെ ഏട്ടനാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചങ്കാരാന്ന് വെച്ചാൽ പ്രസാദ് ഏട്ടൻ്റെ കട്ട ഫ്രണ്ട്. ഇനി കുറച്ച് നേരം ഇവരുടെ ഡാൻസൊക്കെ ഒന്ന് നമുക്ക് കാണാം. ഇവരെന്തായാലും കല്യാണത്തിന് പരമാവധി എൻജോയ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ പെർഫോമൻസ് ആയിരുന്നു അവിടെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് ഓരോരുത്തരും. ഇവിടെ ഒരാളേനെ എടുത്ത് പൊക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ കല്യാണച്ചക്കൻ. ആൾ ഡ്രസ്സൊക്കെ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സമയം ഒരുപാട് വൈകിയിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പാട്ട് പാടാൻ പോകുന്ന ആൾ ആരാണെന്ന് അറിയില്ല, പക്ഷേ നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട്. എനിക്ക് ഈ പാട്ട് ഇഷ്ടപ്പെട്ടു. സമയം ഒരുപാട് വൈകിയിട്ടുണ്ട്. എന്നിട്ടും കുറേ പേര് ഇവിടെ പ്രോഗ്രാം കാണാനായിട്ട് നിൽക്കുകയാണ്.
കുട്ടികളും എല്ലാവരും ഉണ്ട്, ആരും ഉറങ്ങിയിട്ടൊന്നുമില്ല. കുട്ടികളൊക്കെ ഇവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ ഒരാൾ സ്റ്റേജിൽ കയറി കളിക്കാൻ തുടങ്ങിയിട്ട് പിന്നെ നിർത്തിയിട്ടില്ല. എല്ലാവരും പാട്ട് പാടുമ്പോഴും കൂടെ കളിക്കുന്നുണ്ട്. എല്ലാത്തരം ഡാൻസ് അറിയുന്ന ഒരാളാണെന്ന് തോന്നുന്നു. സ്റ്റേജിൽ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടെ തന്നെ സൈഡിൽ നിന്നിട്ട് ആളുകൾ കളിക്കുന്നുണ്ട്. കുട്ടികളായാലും എല്ലാവരും കളിക്കുന്നതാണ്. അടുത്തതൊരു ഡാൻസാണ്. ആ ഡാൻസ് അവർ കല്യാണ തലേ ദിവസം രാത്രി സ്റ്റെപ്പൊക്കെ പഠിച്ച് ഒരു ദിവസം കൊണ്ട് പഠിച്ചുണ്ടാക്കി കളിച്ച ഡാൻസാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ കളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവരുടെ ഡാൻസൊക്കെ കണ്ടിട്ട് അടുത്ത പ്രോഗ്രാം എന്താണെന്നൊക്കെ നോക്കാം. ഇവിടെ ആരും എത്ര ലേറ്റായെന്ന് കരുതി വീട്ടിലേക്ക് പോവുക അതൊന്നും ചെയ്യുന്നില്ല. എല്ലാവരും അവിടെ തന്നെ ഇരിക്കുകയാണ്. ആർക്കും വീട്ടിൽ പോകണം എന്നുള്ള വിചാരവും. പാട്ട് പാടുന്ന ആൾക്കാർക്ക് പാട്ട് നിർത്തണമെന്നും ഇല്ല. ഇതിലെല്ലാം ഒന്നും എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. കുറേയൊക്കെ പറ്റാവുന്ന രീതിയിലുള്ളതൊക്കെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഡാൻസ് കഴിഞ്ഞ ഉടനെ തന്നെ വല്യമ്മയുടെ ഒരു പാട്ട് ഉണ്ടാവും. വല്യമ്മയുടെ അടുത്ത് പാട്ട് പാടാൻ ഇവിടെ എല്ലാവരും പറയുന്നുണ്ട്. വല്യമ്മ പാട്ട് പാടുന്ന ആളാണത്രേ. അപ്പോൾ വല്യമ്മയുടെ അടുത്ത് പാട്ട് പാടാൻ പറഞ്ഞ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പാടാമെന്നൊക്കെ പറഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി പാടുമോ എന്തോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഇത് വല്യമ്മയാണ്. വല്യമ്മ ഏതോ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ഏത് പാട്ടാന്ന് ഞാൻ മറന്നുപോയി. പകുതി വരെ പാടിയിട്ടുണ്ട്. നന്നായി പാടുന്നൊക്കെ ഉണ്ട്. പക്ഷേ പകുതി പാടിയപ്പോൾ ബാക്കി മറന്നു പോയിട്ടുണ്ട്. ലൈൻസൊക്കെ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ പിന്നീട് ഇങ്ങനെ പറയുന്നുണ്ട്. ഞാനിതൊക്കെ എനിക്ക് കാണാപ്പാടം അറിയുന്ന പാട്ടാണ്. പക്ഷേ അവിടെ കയറിയപ്പോൾ ഒരു ഇതിൽ അങ്ങോട്ട് മറന്നു പോയതാണ്, പെട്ടെന്ന് മറന്നു പോയതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിപ്പോൾ പ്രോഗ്രാം ഏകദേശം വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഏതൊരു പാട്ടിട്ടപ്പോൾ ഇവിടെ എല്ലാവരും കൂടെ നിന്ന് കളിക്കുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ പാട്ട് ഇവിടെ ഇപ്പോൾ ഈ പാട്ട് ഇട്ടതേ ഓർമ്മയുള്ളൂ. ഒരു ചേച്ചി, ഏത് ചേച്ചിയാണെന്നൊന്നും അറിയില്ല, ഒരു ചേച്ചി അവിടെ നിന്ന് കളിക്കാൻ തുടങ്ങി. അതോടെ ബാക്കിയുള്ള എല്ലാവരും അങ്ങോട്ട് സ്റ്റേജിൽ കയറി. ഭയങ്കര ഡാൻസ് ആയിരുന്നു. ഇവരിങ്ങനെ ഡാൻസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കില്ലേ, അത് അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരാളിങ്ങോട്ട് എണീക്കാൻ കാത്ത് നിൽക്കുകയായിരുന്നു, ബാക്കിയുള്ള എല്ലാവരും കയറി കളിക്കാൻ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.